ഒഴുക്ക് സത്രം കാനനപാതയിൽ തിരക്കേറി ഒരുക്കങ്ങൾ തുടരുന്നു. വിശദമായി നോക്കാം. ആദ്യം കാടിറങ്ങുന്ന വന്യത. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി പരിമളമാണ് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. രാവിലെ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടാന പരിമളത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. 6 കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു കാട്ടാന പരിമളത്തിനും കൂടെയുണ്ടായിരുന്നവർക്കും നേരെ പാഞ്ഞെടുത്തത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട് മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ അവർ 8:30 പണിക്ക് പോകുമ്പോൾ നമ്മുടെ പന്തിരിക്കളത്തിനടുത്തും മറ്റേ പണിയാർക്ക് ഇടയ്ക്ക് വെച്ച് ഇവരെ ആണ് ചവിട്ടി. സ്ത്രീ തൊഴിലാളിയാണ്. അപ്പോൾ ഒരാൾ ചവിട്ടി, ബാക്കിയുള്ളവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൂവിയൊക്കെ പിന്നെ ആണ വിട്ടത് ഇവരെ, ഇല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും. ഏറെ നേരം കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചു. നാട്ടുകാർ ബഹളം വച്ചതോടെയാണ് കാട്ടാനകൾ പിന്മാറിയത്. ആദ്യം രാജകുമാരിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ചികിത്സ നൽകിയ ശേഷം പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി കീഴായൂർ പ്രദേശത്ത് ജനങ്ങളെ ദുരിതത്തിലാക്കി കാട്ടുപന്നി ശല്യം. കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. കീഴായൂർ കുമാരികയറ്റം തൂപ്പ് പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമുണ്ടായി. കാട്ടുപന്നികൾ വാഴ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികളും നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കീഴായൂർ കൊളമ്പിൽ ഷാജിയുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിരുന്ന 15ഓളം വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. പന്നിശല്യം ഭയങ്കര രൂക്ഷമാണ് ഞങ്ങളുടെ നാട്ടിൽ. ഒരു കൃഷി ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. അവനവൻ്റെ വീട്ടുകൾക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ പന്നികൾ വന്ന് കംപ്ലീറ്റ് നശിപ്പിച്ചു പോകാൻ ഒരുപാട് പരാതികളും ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു നടപടി എടുക്കാൻ കഴിയുന്നില്ല. അത് കാരണം എന്തെങ്കിലും ഇതിനൊരു പോകാൻ വഴി കണ്ടേ തീരും. എല്ലാ വീട്ടുകളും വന്നിട്ട് വാഴകൾ എല്ലാ കൃഷികളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ തന്നെ കഴിയുന്നില്ല. കംപ്ലീറ്റും അടി അടക്കം കുഴച്ച് കൊണ്ടുവരികയാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് കണ്ടേ തീരും. അധികൃതരോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. കാട്ടുപന്നി ശല്യം മൂലം പല കർഷകരും കൃഷി ഉപേക്ഷിച്ചു. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് പന്നികൾ കൂട്ടമായി വരുന്നതിനാൽ ജനങ്ങളും ഭീതിയിലാണ്. കാട്ടുപന്നികളുടെ ശല്യം വാഹനയാത്രക്കാർക്കും ഭീഷണിയാണ്. കാട്ടുപന്നികളെ തുരത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് രാമനാട്ടുകരയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. 12 പേർക്ക് പരിക്കുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ബസ് ഇടിച്ച് കയറുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ പയ്യന്നൂരിൽ ലോട്ടറി വിൽപ്പനക്കാരൻ ബസ്സുകൾക്കിടയിൽപ്പെട്ട് മരിച്ചു. പയ്യന്നൂർ കോളോത്തെ KV രാഘവനാണ് മരിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിൽ രാവിലെയായിരുന്നു അപകടമുണ്ടായത്. ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാട് +2 വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനാട് വെള്ളരിക്കോണം സ്വദേശി ധനുഷാണ് മരിച്ചത്. വീടിന്റെ റൂഫിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആനാട് SNVHSലെ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. ആവശ്യത്തിന് നേന്ത്രക്കായ ഉണ്ടായിട്ടും വയനാട്ടിലെ വാഴ കർഷകർക്ക് ഇപ്പോൾ ദുരിതകാലമാണ്. വില ലഭിക്കാത്തതാണ് കർഷകരെയും സംഭരിക്കുന്നവരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നത്. 1.5 മാസത്തിലധികമായി കിലോയ്ക്ക് 20 രൂപയിൽ താഴെയാണ് നേന്ത്രക്കായുടെ വില. കാലാവസ്ഥാ വ്യതിയാനത്തെയും വന്യമൃഗശല്യത്തെയും രോഗബാധകളെയും അതിജീവിച്ച് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ. നേന്ത്രക്കായ്ക്ക് വില ഇപ്പോൾ 15 രൂപ. ഉൽപാദന ചെലവ് പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൽപാദനം കൂടിയതോടെ വരവ് കായകളുടെ തോത് ഉയർന്നതോടെയാണ് തിരിച്ചടിയായതെന്ന് കച്ചവടക്കാർ പറയുന്നു. കൃഷിക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടിലുള്ളത് വില തകർച്ചയും രാസവളങ്ങൾക്കെല്ലാം ഡബിളും വില കൂടി, പിന്നെ താങ്ങ് കിട്ടാനില്ല. അപ്പോൾ കൃഷി ഇന്ന് പിന്മാറേണ്ട ഒരു ഘട്ടത്തിലുള്ളത്. അല്ലാതെ തന്നെ എല്ലാവരും കൃഷി ഇന്ന് ചെറുപ്പക്കാരില്ല. ഞങ്ങൾ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഈ കൃഷിയിലുള്ളത്. ഈ ഞങ്ങളും കൂടി ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നതാണ്
ഞങ്ങൾക്ക് തോന്നുന്നത്. വളരെ ദയനീയമായൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിലത്തകർച്ച മെയിനായിട്ട് ഒരു വാഴയ്ക്ക് 200-250 രൂപ മുടക്ക് വരുന്നത് 100 രൂപ പോലും വിറ്റ് കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തിയുകൊണ്ട് കർഷകരെ സംരക്ഷിച്ചില്ല, കർഷകർ വീണ്ടും പഴയ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഗവൺമെൻറ് നിർബന്ധമായിട്ടും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം 24-നും 30-നും ഇടയിലായിരുന്നു വില. ഈ വിലയാണിപ്പോൾ 15-ലേക്ക് കൂപ്പുകുത്തിയത്. കിലോയ്ക്ക് 30 രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും കർഷകർ പറയുന്നു. താങ്ങുവില ഉറപ്പാക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. വർക്കല പാളയംകുന്ന് താബൂക്ക് കമ്പനിയിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വേങ്കോട് സ്വദേശി പ്രിൻസ്, ചാവർക്കോട് സ്വദേശി സുനിൽ എന്നിവരാണ് പിടിയിലായത്. കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് കമ്പികളും തൊഴിലാളികൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളുമാണ് ഇവർ മോഷ്ടിച്ചത്. വില കൂടിയ നായ്ക്കുട്ടികളെയും ഇവർ മോഷ്ടിച്ചു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച വസ്തുക്കൾ പാളയംകുന്നിലെ ആക്രി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തി. കാസർഗോഡ് ചെറുവത്തൂരിൽ ആളില്ലാത്ത വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. ചെറുവത്തൂർ കയ്യൂർ റോഡിലെ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് ഇന്നലെ മോഷണം നടന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശ കറൻസികൾ, 2 മൊബൈൽ ഫോണുകൾ, പുതിയ വസ്ത്രങ്ങൾ എന്നിവയാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടെ സംശയകരമായി കണ്ടെത്തിയതോടെ നാട്ടുകാർ പിടികൂടിയ മലപ്പുറം സ്വദേശി ചോദ്യം ചെയ്തു വരികയാണ്. പതിനൊന്നാമത് സർഗാലയ അന്താരാഷ്ട്ര കലകൗശലമേളയിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം ന്യൂസ് 18 കേരളത്തിന്. കോഴിക്കോട് വടകര പ്രതിനിധി സുശാന്ത് വടകരയ്ക്കാണ് പുരസ്കാരം. അവാർഡ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് മേള നടക്കുന്നത്. മകരവിളക്കിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇടുക്കി ജില്ലാ ഭരണകൂടവും ഒരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കി. സത്രം കാനനപാതയിലൂടെ ശരാശരി 4000-ലധികം അയ്യപ്പന്മാരാണ് ദിവസവും കടന്നുപോകുന്നത്. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ സത്രം കാനനപാതയിൽ വലിയ തിരക്കാണ്. മകരവിളക്ക് അടുക്കുന്നതിനാൽ തിരക്ക് ഇനിയും വർദ്ധിക്കും. അതേസമയം കാനനപാതയിൽ വലിയ കയറ്റങ്ങളുള്ള ഭാഗങ്ങളിൽ കൂടി കടക്കാൻ പ്ലാസ്റ്റിക് വടത്തിൽ പിടിച്ചാണ് അയ്യപ്പന്മാർ കയറുന്നത്. എന്നാൽ മഴ തുടരുന്നതിനാൽ പ്ലാസ്റ്റിക് വടത്തിൽ പിടിച്ചു കയറുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ 12-നകം പൂർത്തീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുല്ലുമേട്, പഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാൻ 1400 പോലീസുകാരെ വിന്യസിക്കും. കുമളി ഡിപ്പോയിൽ നിന്നും വള്ളക്കടവ്, കോഴിക്കാനം റൂട്ടിൽ 65 KSRTC സർവീസ് നടത്തും. 6 സെന്ററുകളിൽ അഗ്നിസംരക്ഷണ സേനയെ വിന്യസിക്കും. മെഡിക്കൽ വിഭാഗത്തിന്റെ അടക്കം വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കും. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ടൗണിലെ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. മലിനജലം യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമായി മാറിയ സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് മലിനജലം തളം കെട്ടിക്കിടക്കുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ഓവുചാൽ പൊളിച്ചുമാറ്റിയപ്പോൾ നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മലിനജലം ഒഴുക്കിവിടാൻ സ്ഥലമില്ലാതെ വന്നു. ഇതോടെയാണ് മലിനജലം പുറത്തേക്കൊഴുകി തളം കെട്ടി നിൽക്കുവാൻ തുടങ്ങിയത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കക്കൂസ് മാലിന്യങ്ങളും മലിനജലവും സംഭരിക്കാൻ പുതുതായി നിർമ്മിച്ച ടാങ്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിറഞ്ഞു കവിഞ്ഞതും സ്ഥിതി കൂടുതൽ ദയനീയമാക്കി. വിഷയം വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് BJP നഗരസഭാ കൌൺസിലർമാർ ധർണ നടത്തി. ഓരോ ദിവസവും മലിനജലം നീക്കിയാൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകൂ എന്ന അവസ്ഥയാണ് നിലവിൽ. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ട അധികൃതരാവട്ടെ തിരിഞ്ഞു നോക്കുന്നുമില്ല. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച വല്ലതായിപ്പാറ പാലോത്ത് നഗരിക്കുന്ന് റോഡ് തുറന്നു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് MLA ഫണ്ടും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം നടത്തിയത്. 170 മീറ്റർ കോൺക്രീറ്റ് ചെയ്തും കോളനിയിലേക്കുള്ള നടപടി ഇന്റർലോക്ക് ചെയ്തുമാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു.
തിരുവനന്തപുരം കാട്ടാക്കട പൊട്ടൻകാവിൽ അപകടങ്ങൾ പതിവാകുന്നു. നിരവധി വാഹനങ്ങളാണ് ഇതിനോടകം ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കാട്ടാക്കട തിരുവനന്തപുരം റോഡ്, കാട്ടാക്കട പൂവച്ചൽ റോഡ്, കാട്ടാക്കട നെയ്യാർ ഡാം റോഡ് എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ ഏറെയും. തിരക്കേറിയ റോഡിൽ വാഹനങ്ങളുടെ അമിതവേഗവും അലക്ഷ്യമായ ഡ്രൈവിംഗും അനധികൃത പാർക്കിംഗുമാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കുന്നതും വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഉപയോഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം കാട്ടാക്കട മലയൻകീഴ് റോഡിൽ നിരവധി അപകടങ്ങളാണ് നടന്നത്. ഇതിൽ 7 പേർ മരിച്ചു. കാട്ടാക്കട റോഡിലെ കിള്ളി മുതൽ അന്തിയൂർക്കോണം വരെ അപകട മേഖലയായി മാറി. ഇരുചക്ര വാഹനങ്ങളുടെ മത്സരയോട്ടമാണ് അപകടങ്ങൾക്ക് മറ്റൊരു കാരണം. ഭയപ്പാടോടെയാണ് ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കാട്ടാക്കട. ഇടുക്കിയിൽ ചരിത്ര പ്രസിദ്ധമായ നേരിമംഗലം റാണിക്കല്ലിന്റെ പരിസരം ശുചീകരിച്ച് NSS വിദ്യാർത്ഥികൾ. അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ടീം അംഗങ്ങളാണ് റാണിക്കല്ല് മനോഹരമാക്കിയത്. സ്നേഹാരംഭം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം. രാജഭരണകാലത്ത് നേരിമംഗലം മൂന്നാർ പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം തിരുവിതാംകൂർ മഹാറാണിയായിരുന്ന സേതു ലക്ഷ്മിഭായ് നിർവഹിച്ചതിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ശിലാഫലകമാണ് റാണിക്കൽ എന്നറിയപ്പെടുന്നത്. ഇടുക്കി ഹൈറേഞ്ചിലെ വഴിയോരങ്ങളിലെ മാലിന്യ കാഴ്ചകൾ മായുന്നു. സ്നേഹാരംഭം പദ്ധതിയിലൂടെ NSS യൂണിറ്റുകൾ വിവിധ മേഖലകൾ മനോഹരമാക്കി. വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്താണ് പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച് വളണ്ടിയർമാർ മനോഹരമാക്കിയിരിക്കുന്നത്. NSS കേഡറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുത്ത പൊതുസ്ഥലങ്ങളാണ് വൃത്തിയാക്കിയിരിക്കുന്നത്. ഞങ്ങൾ NSSന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി മാലിന്യം നിറഞ്ഞാണല്ലോ, ഇവിടെ ഈ മാലിന്യമായ സ്ഥലം നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം, ഹരിതമായൊരു പ്രദേശമാക്കിയെടുക്കണം ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ താമരക്കുളം നിർമ്മിച്ചു. അതോടൊപ്പം ചെടികൾ, പിന്നെ ഇരിക്കാനൊരു സീറ്റ്, പിന്നെ ഞങ്ങൾ ടയറിൽ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ തോട്ട്സുകൾ എഴുതി വെച്ചു. പിന്നെ കുളങ്ങളെല്ലാം നിർമ്മിച്ച് മാലിന്യം നീക്കം ചെയ്യുക മാത്രമല്ല പ്രദേശം മനോഹരങ്ങളായ ഇടങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. +1, +2 വിഭാഗത്തിലായി 100 കുട്ടികളാണ് ഇതിൻ്റെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലിന്യ മുക്ത നവകേരളം. പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്നാണ് ഇത്തരം പരിപാടികൾ എല്ലായിടത്തും ആസൂത്രണം ചെയ്യുന്നത്. പച്ചത്തുരുത്ത്, ചുമർചിത്രം, വെർട്ടിക്കൽ ഗാർഡൻ, പാർക്ക്, വിശ്രമ സംവിധാനം എന്നിങ്ങനെ വളണ്ടിയർമാരുടെ സർഗാത്മകത വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രദേശം മാറ്റിയെടുക്കുന്നത്. ഇരിപ്പിടങ്ങളും ചുവർചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് പ്രദേശം മനോഹരമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് 18 ഇടുക്കി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പത്തനംതിട്ട ഗവി ഡിവിഷനിലെ ഇക്കോ ഡെവലപ്മെന്റ് സെന്ററിന്റെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വകുപ്പാണ് കെട്ടിടത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. ഗവി വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ടൂറിസം വകുപ്പ് ഇക്കോ ടൂറിസം സെന്റർ നവീകരിച്ചത്. പെരിയാർ കടവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നവീകരിച്ച ഇക്കോ ടൂറിസം സെന്റർ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെരിയാർ കടുവാ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണെത്തുന്നത്. വനം സംരക്ഷിച്ചുകൊണ്ടുള്ള ഗവിയിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. KU ജനീഷ് കുമാർ MLA അധ്യക്ഷനായി. ന്യൂസ് 18 പത്തനംതിട്ട. ഇടവേള. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP ന്യൂസ് 18 വേണ്ടി. ഇരുപത്തിരണ്ടാമത്തെ കപ്പ് ലക്ഷ്യമിട്ടെത്തിയ കോഴിക്കോട് ജില്ലയെ മറികടന്നുകൊണ്ട് കണ്ണൂർ ജില്ല വീണ്ടും 62ാമത് സ്കൂൾ കലോത്സവത്തിൽ മുത്തമിടുകയും ചെയ്തിരിക്കുന്നുണ്ടായാലും വളരെ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. ആദ്യം തുടക്കത്തിലെ തന്നെ കണ്ണൂർ ജില്ല ആദ്യ 2 ദിനങ്ങളിലും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നിലവിലെ ചാമ്പ്യന്മാർ കടന്നു വരുന്നതാണ് നമുക്ക് കണ്ടത്. പിന്നീടുള്ള 2 ദിവസവും ഇന്ന് രാവിലെ കൂടി വലിയ രീതിയിലുള്ള മുന്നേറ്റം കോഴിക്കോടിന്റെ പിള്ളേരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി ഒരുപക്ഷെ 22ാം കിരീടം
കോഴിക്കോട് പിന്നീട് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ അത് അപ്രതീക്ഷിതമായുള്ള തിരിച്ചടിയിലോടുകൂടി ആ ഒരു നിർണായക 5 പോയിന്റ് അപ്പീലിലൂടെ ലഭിച്ചതോടുകൂടി കണ്ണൂർ ജില്ലയ്ക്ക് അത് സ്വന്തമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കണ്ണൂരിന്റെ മണ്ണിലേക്ക് ഇനി സ്വർണ്ണക്കപ്പ് യാത്രയാവുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന് സ്വർണ്ണക്കപ്പ്. 952 പോയിന്റാണ് കണ്ണൂർ നേടിയത്. 3 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. MG മിഥുൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂരിന് അല്ലേ? തീർച്ചയായും കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ ഈ സ്വർണ്ണക്കപ്പിൽ മുത്തുവെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായുള്ള കോഴിക്കോടിനെ മറികടന്ന് 3 പോയിന്റ് വ്യത്യാസത്തിലാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ കപ്പുമായി പോയിരിക്കുന്നത്. പക്ഷേ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ പക്ഷേ കോഴിക്കോട് തന്നെ കപ്പ് നിലനിർത്തും. 22ാമത്തെ കപ്പുമായി അവർ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള ശുഭസൂചനകൾ തന്നെയായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ പിന്നീട് കാര്യങ്ങൾ മാറി മറിയായിരുന്നു. അതായത് മലയാളം നാടകത്തിലാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. മലയാളം നാടകത്തിൽ 0 ഗ്രേഡ് പോയിന്റ് മാത്രമായിരുന്നു കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അപ്പീലിലൂടെ അവർക്കത് A ഗ്രേഡായി മാറുകയും വിലപ്പെട്ട 5 പോയിന്റ് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവർ ചിന്തിച്ചിരുന്നത് അപ്പീൽ വന്നാൽ പോലും തന്നെ C ഗ്രേഡോ അല്ലെങ്കിൽ B ഗ്രേഡിലേക്കോ പോകുക, അത്തരത്തിൽ വന്നാൽ പോലും ഒരു മേൽക്കേ കോഴിക്കോടിനുണ്ടാകുമെന്നായിരുന്നു നേരത്തെ ചിന്തിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറി മറിയുന്നതാണ് കണ്ടത്. A ഗ്രേഡിലേക്ക് വരികയും 5 പോയിന്റ് നിർണായകമായ 5 പോയിന്റ് കണ്ണൂർ ജില്ലയ്ക്ക് ലഭ്യമാവുകയും അങ്ങനെ കിരീടം അവർ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം, അതായത് ഇംഗ്ലീഷ് കിറ്റ് മത്സരം വിഭാഗത്തിന്റെ ആയിരുന്നു. അതിൽ ഒരുപക്ഷെ കൂടുതൽ മേൽക്ക് കോഴിക്കോട് നേടാനായാൽ പോലും തന്നെ കിരീടത്തിലേക്ക് എത്താൻ അവർക്കത് മതിയാവുകയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഇംഗ്ലീഷ് കിറ്റിലും കണ്ണൂരിന്റെ താരം 5 പോയിന്റ് കരസ്ഥമാക്കി A ഗ്രേഡ് സ്വന്തമാക്കിയും അങ്ങനെ 952. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് വിഭാഗത്തിൽ രോഗികൾക്ക് ആശ്വാസമായി വിഡോബോ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായ കിറ്റ് എത്തിച്ചു നൽകി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആദ്യഘട്ട ഡയാലിസിസ് കിറ്റ് ഡോക്ടർ ഷെബിൻ മുഹമ്മദ് ഏറ്റുവാങ്ങി. കോഴിക്കോട് നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 100ാം വാർഷികാഘോഷമായ നീലാരവത്തോടനുബന്ധിച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മുക്കം പ്രസ് ക്ലബ് ടീമും നീലാരവം ആഘോഷ കമ്മിറ്റി ടീമും തമ്മിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് മുക്കം പ്രസ് ക്ലബ് വിജയികളായി. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം ഫ്രീസ്റ്റൈൽ ഫുട്ബോൾ ഫാദിയ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി P ചന്ദ്രബാബു അധ്യക്ഷനായി. പാലക്കാട് തൃത്താല വെള്ളിയാങ്കാല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നാടിന് സമർപ്പിച്ചു. 2,20,00,000 രൂപ ചെലവഴിച്ചാണ് വെള്ളിയാങ്കാല് റെഗുലേറ്ററിനോടനുബന്ധിച്ച് ജലസേചന പദ്ധതി നിർമ്മിച്ചത്. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. 2021-22 ബജറ്റിലാണ് വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി തുക വകയിരുത്തിയത്. 2 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിച്ചു. 35 വർഷത്തെ കൃഷിക്കാരുടെ ആവശ്യമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. 100 ഹെക്ടർ കൃഷിയിടത്തിൽ ജലസേചനത്തിന് ഉപകരിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ചാഞ്ചേരിപ്പറമ്പ് റോഡരികിൽ വെള്ളിയാങ്കല്ല് ജലസംഭരണിക്ക് സമീപത്തായാണ് പമ്പ് ഹൌസ് നിർമ്മിച്ചിരിക്കുന്നത്. 60 HP-യുടെ 2 മോട്ടോറുകൾ സ്ഥാപിച്ച് സെക്കൻഡിൽ 100 ലിറ്റർ വെള്ളം പുറത്തേക്കൊഴുക്കാൻ കഴിയുന്ന വിധമാണ് പമ്പ് ഹൌസിന്റെ പ്രവർത്തനം. പരിദൂർ പഞ്ചായത്തിലെ മംഗലം, തെക്കേക്കുന്ന്, കോടന്നൂർ പാടശേഖരങ്ങളിലെ 90 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് പദ്ധതിയിലൂടെ ജലസേചനം സാധ്യമാവും. മന്ത്രി MP രാജേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൃഷിക്ക് വലിയ സഹായവും കുതിപ്പും നൽകുന്നതാണ് വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെന്ന് മന്ത്രി. പ്രഖ്യാപനം ഒരു ഘട്ടമാണ്. പിന്നെ അതിന് നിരവധി കടമ്പകളുണ്ട്. ഭരണാനുമതി, സാങ്കേതികാനുമതി, സാമ്പത്തികാനുമതി, ടെൻഡർ, ഇങ്ങനെ നിരവധി കടമ്പകളുണ്ട്. ആ കടമ്പകളെല്ലാം കടന്ന് സമയബന്ധിതമായി ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എത്രയോ പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. പ്രഖ്യാപനം പക്ഷേ യാഥാർത്ഥ്യമാവാറില്ല.
പ്രഖ്യാപിക്കൽ എളുപ്പമാണ്, യാഥാർത്ഥ്യമാക്കാൻ അതിന്റെ പിന്നാലെ നിരന്തരമായിട്ട് നിൽക്കണം. അങ്ങനെ നിന്നതുകൊണ്ടാണ്, ഇതിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും പിന്നാലെ നിന്നതുകൊണ്ടാണ് ഇതിപ്പോ യാഥാർത്ഥ്യമാവുന്നത്. 2,20,00,000 രൂപയാണ് പദ്ധതി ചെലവ്. പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPM സക്കറിയ അധ്യക്ഷനായി. ന്യൂസ് 18 പട്ടാമ്പി. ആലപ്പുഴയിൽ പുനർജനി ഡി അഡിക്ഷൻ ആൻഡ് കൌൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ പുനർജനി പദ്ധതി കൺവീനർ ഡോക്ടർ S ദയാൽകുമാർ അധ്യക്ഷനായി. മാവേലിക്കര വിദ്യാധിരാജ സെൻട്രൽ സൈനിക സ്കൂളിലെ കുട്ടികൾക്കായി ബാല്യം അമൂല്യം എന്ന ലഹരി വിരുദ്ധ മാജിക് ഷോ പ്രശസ്ത മജീഷ്യൻ സത്യൻ ശങ്കർ അവതരിപ്പിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപമുള്ള അമ്പലപ്പുഴ സേവാഭാരതി ഓഫീസിനോട് ചേർന്നാണ് പുനർജനി കൌൺസിലിംഗ് ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങുന്നത്. കാൽപന്ത് കളിയിൽ സ്വന്തം ടീമിനായി ശ്രദ്ധേയ പദ്ധതിയുമായി കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത്. തെരഞ്ഞെടുക്കപ്പെട്ട 70 കുട്ടികൾക്കാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിശീലനം നൽകുക. ടീം പടന്നയെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 70 പേർക്കാണ് സൗജന്യ പരിശീലനം. ആകെ ലഭിച്ച 200ഓളം അപേക്ഷകരിൽ നിന്നും സെലക്ഷൻ ട്രയൽ നടത്തിയാണ് 70 പേരെ തിരഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് പരിശീലനം. ജേഴ്സി, ലഘുഭക്ഷണം, സർട്ടിഫിക്കറ്റ് എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ സന്തോഷ് ട്രോഫി താരം ബിജുകുമാർ, പ്രശസ്ത കോച്ചുമാരായ ഷസിൻ ചന്ദ്രൻ, അഹമ്മദ് റാഷിദ് എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകും. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി P ബാലകൃഷ്ണൻ നായർ ക്യാമ്പിന് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 പടന്ന. കോതമംഗലം ഏരിയ കനിവാൻ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ടൗൺ UP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കനിവേരിയ പ്രസിഡന്റ് സാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സോം പോൾ, മുനിസിപ്പൽ കൌൺസിലർ KV തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് കൂറ്റനാട് ടൗണിന്റെ മുഖച്ഛായ മാറ്റാൻ പദ്ധതി ഒരുങ്ങുന്നു. നഗരവികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ ഉടൻ തുടങ്ങും. 12,29,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണം. 13,29,00,000 രൂപ ചെലവഴിച്ചാണ് തൃത്താല മണ്ഡലത്തിലെ പ്രധാന ടൗണായ കൂറ്റനാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 4 പ്രദേശത്തേക്കുള്ള റോഡുകൾ സംഗമിക്കുന്ന കൂറ്റനാട് ടൗണിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള പ്രാഥമിക യോഗമാണ് ചേർന്നത്. വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതിനാൽ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടി. ആവശ്യമായ ഭൂമി കല്ലിട്ട് അടയാളപ്പെടുത്തുന്ന പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കും. തുടർന്ന് സർവേ നടപടികൾ ആരംഭിച്ച് ഏറ്റെടുക്കുന്ന ഭൂമി കൃത്യമായി അടയാളപ്പെടുത്തും. ഭൂമിയും കെട്ടിട ഭാഗങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് 2013 കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള ന്യായമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 13.29 കോടിയാണ് പദ്ധതിയുടെ തുക. ഭൂമിയുടെ വില കണക്കാക്കുന്നത് 2013 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും, കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഇപ്പം എല്ലാ വികസന പദ്ധതികൾക്കും ഭൂമി ഏറ്റെടുക്കുന്നത് അത് പ്രകാരമാണ്. അതിൽ എല്ലാവരും സംതൃപ്തരുമാണ്. കാരണം ന്യായമായ മികച്ച വിലയാണ് ആ നിയമം മൂലം എല്ലാവർക്കും ലഭ്യമാകുന്നത്. അത്തരം ആശങ്കകൾ എവിടെയും ഉണ്ടായിട്ടില്ല. ചില കെട്ടിടങ്ങൾ ഭാഗികമായും മറ്റു ചിലത് പൂർണ്ണമായോ മാറ്റേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് ഭൂവുടമകൾ, വ്യാപാരികൾ എന്നിവരുടെ യോഗം വിളിച്ചത്. ആവശ്യമായ ഭൂമി കല്ലിട്ടടയാളപ്പെടുത്തുന്ന പ്രവൃത്തി ഈ മാസം തന്നെ ആരംഭിക്കും. കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർവഹണ ഏജൻസി കേരള റോഡ് ഫണ്ട് ബോർഡാണ്. ന്യൂസ് 18 പട്ടാമ്പി. കോതമംഗലം കെയർ ഗ്രൂപ്പിന്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കെയർ ടു കെയർ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. പുതുവസ്ത്രങ്ങളുടെ വിതരണവും നടന്നു. കോതമംഗലം BRCയുടെ പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വസ്ത്രങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുൻമന്ത്രി TU കുരുവിള മുഖ്യാതിഥിയായി. ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, പഠന ഉപകരണങ്ങൾ, ഗ്രാമീണ മേഖലയിൽ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ എന്നിവയും ചടങ്ങിൽ നൽകി. അങ്കണവാടി പ്രീ പ്രൈമറി സർഗോത്സവം കൗതുക കാഴ്ചയായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വാടാനംകുറിച്ചി ഗവൺമെന്റ് LP സ്കൂളിലാണ് സർഗോത്സവം സംഘടിപ്പിച്ചത്.
ആടിയും പാടിയും കുട്ടികൾ വേദി കീഴടക്കി. കുട്ടികളുടെ പ്രകടനങ്ങൾ കാഴ്ചക്കാർക്കും കൗതുകമായി. കണ്ണൂർ ജില്ല മയ്യപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർ